നമസ്കാരം. ബാലരാമപുരത്ത് 2 വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞു കൊന്ന കേസിൽ കുഞ്ഞിന്റെ മാതാവ് ശ്രീതു അറസ്റ്റിലാകുന്നത് പോലീസിന്റെ ചടുലമായ നീക്കങ്ങൾക്കൊടുവിലാണ്. ദേവസ്വം ബോർഡിൽ ഡ്രൈവർ ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ ശ്രീതു കഴിഞ്ഞ ആഴ്ചയാണ് ജാമ്യത്തിലിറങ്ങിയത്. തുടർന്ന് പാലക്കാട്ടേക്ക് കടന്നു. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പിടികൂടിയത്. ശ്രീതുവിന്റെ ഭർത്താവ് ശ്രീജിത്ത് അല്ല ദേവേന്ദുവിന്റെ അച്ഛനെന്ന് DNA പരിശോധനയിൽ വ്യക്തമായി. സഹോദരൻ ഹരികുമാറുമായി ശ്രീതുവിന് അസ്വാഭാവിക ബന്ധമുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തലെങ്കിലും കുഞ്ഞിന്റെ DNA ഇയാളുടേതുമായും യോജിക്കുന്നില്ല. 4-ലേറെ പേരുടെ DNA സാമ്പിളുകളാണ് പരിശോധിക്കുന്നത്. കുട്ടിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇതാണോ കാരണമെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നേരത്തെ തന്നെ രണ്ടാമത്തെ കുട്ടിയുടെ അച്ഛൻ ഭർത്താവല്ലെന്ന് ഭർത്താവിനോട് തന്നെ ശ്രീതു പറഞ്ഞിരുന്നു. ഭർത്താവിനെ ഒഴിവാക്കാൻ പറഞ്ഞ കള്ളമാണ് ഇതെന്നാണ് ഏവരും കരുതിയത്. DNA പരിശോധനാ ഫലത്തിലൂടെ അച്ഛൻ ഭർത്താവല്ലെന്ന് വ്യക്തമായി. ഓട്ടോ ഡ്രൈവർ ആരെന്ന് കണ്ടെത്താനാണ് പോലീസ് ശ്രമം. ഇതിനൊപ്പം ഒരു പോലീസുകാരനും സംശയനിഴലിലുണ്ട്. പിതൃത്വം സംബന്ധിച്ച് പരാതികളൊന്നും ലഭിക്കാത്തതിനാൽ അത് കണ്ടെത്താനുള്ള ശ്രമം പോലീസ് തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ്. പോലീസുകാരനെ രക്ഷിക്കാനാണിതെന്ന് സൂചനയുണ്ട്. ശ്രീതുവിന്റെ ഭർത്താവിന്റെ ബന്ധുവാണ് ഈ പോലീസുകാരൻ. വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ചപ്പോൾ ശ്രീതുവും ഹരികുമാറും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതായും ഇതിന് കുഞ്ഞ് തടസ്സമായതാണ് കൊലപാതകത്തിന് കാരണമെന്നും പോലീസ് കണ്ടെത്തി. ശാസ്ത്രീയ തെളിവുകളും ഫോൺ സംഭാഷണങ്ങളും ശ്രീതുവിന്റെ സാമ്പത്തിക ഇടപാടുകളും പോലീസ് നിരീക്ഷിച്ച് വരികയായിരുന്നു. ശ്രീതുവിന്റെ അച്ഛൻ ഉദയകുമാറിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ ഭർത്താവ് വീട്ടിലെത്തിയ ദിവസമാണ് ആസൂത്രിതമായി കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ശ്രീതുവിന്റെ സഹോദരൻ ഹരികുമാറിന് കുട്ടികളെ ഇഷ്ടമല്ലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. രാവിലെ 5-ന് ശ്രീതു ശുചിമുറിയിൽ പോയ സമയത്താണ് അവരുടെ മുറിയിൽ കിടന്ന കുഞ്ഞിനെ വീട്ടുവളപ്പിലെ കിണറ്റിലിട്ടതെന്ന് ഹരികുമാർ പോലീസിന് മൊഴി നൽകിയിരുന്നു. ശ്രീതുവിന്റെ ഭർത്താവാണ് കൊലപാതകം നടത്തിയതെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ലക്ഷ്യം. ഭർത്താവിനെ ജയിലിലാക്കാൻ ശ്രീതു അതിബുദ്ധിപരമായി കരുക്കൾ നീക്കി. ഒടുവിൽ അവർ കുടുങ്ങുകയും ചെയ്തു. കുട്ടിയെ കൊന്ന കേസിലെ പ്രതിയെ കണ്ടെത്താൻ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകത്തിന് പുറമെ തെളിഞ്ഞത് ശ്രീതു ഉൾപ്പെട്ട സാമ്പത്തിക തിരിമറിയാണ്. തന്റെ വീട്ടിൽ നിന്ന് 30 ലക്ഷം രൂപ മോഷണം പോയതായി മകളുടെ മരണത്തിന് ഏതാനും ദിവസങ്ങൾ മുൻപ് ശ്രീതു ബാലരാമപുരം പോലീസിനെ അറിയിച്ചിരുന്നു. എന്നാൽ രേഖാമൂലം പരാതി നൽകിയില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി ശ്രീതുവുമായി ബന്ധമുണ്ടായിരുന്ന ഒട്ടേറെ പേരിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ദേവസ്വം ബോർഡിലാണ് ജോലിയെന്നും താൻ വിചാരിച്ചാൽ അവിടെ ജോലി തരപ്പെടുത്താമെന്നും ശ്രീതു അവകാശപ്പെട്ടിരുന്നതായി കണ്ടെത്തി. ഇത് വിശ്വസിച്ച് പലരും ശ്രീതുവിന് പണം നൽകിയെങ്കിലും ജോലി ലഭിച്ചില്ല. ചിലർക്ക് ഇവർ വ്യാജ നിയമന ഉത്തരവും നൽകി. ദേവസ്വം ബോർഡിൽ ജോലിക്കെന്ന് പറഞ്ഞ് കാറിൽ രാവിലെ പോകുന്ന ഇവർ പല ദിവസങ്ങളിലും രാത്രി വൈകിയാണ് തിരികെ എത്തിയിരുന്നത്. പണം നഷ്ടപ്പെട്ട കാര്യം സ്ത്രീകളടക്കം ഏതാനും പേർ പോലീസിനെ അറിയിച്ചിരുന്നു. തുടർന്ന് നടത്തിയ വിശദാന്വേഷണത്തിലാണ് ജോലി വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പ് കണ്ടെത്തിയത്. ഈ തട്ടിപ്പിൽ ഒരു പോലീസുകാരനും ശ്രീതുവിനെ സഹായിച്ചിരുന്നു.